അയ്യോ, ഏലക്കയും ചുക്കൊക്കെ ഇടാൻ മറന്നുപോയില്ലേ? നീ എന്ത് ചെയ്യും? ഒന്നുകൂടെ തിളപ്പിക്കണം. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ടൊരു പരിപ്പ് പായസം വെച്ചാണ് കേട്ടോ. കാറ്റ് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ എയർ പോയാൽ ബാക്കി പരിപാടികൾ നടക്കും. എയർ പോയിട്ടുണ്ട്. തലേദിവസം വെച്ച പായസമാണോ ഓണത്തിന് കുടിക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. തലേദിവസമോ അതിൻ്റെ തലേദിവസം ഒക്കെ വെച്ചത് ഞാൻ കുടിക്കും. ഞാൻ അങ്ങനെയുണ്ട്. എല്ലാം കൂടെ ഒരു ദിവസം പണിയാൻ പറ്റില്ല. അപ്പം നമ്മളിത് ഫ്രിഡ്ജിലാക്കി വെക്കും. അതേ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി അല്ലെങ്കിൽ സെക്കൻഡ് പാൽ വെച്ച് കൊടുക്കാം. സെക്കൻഡ് പാൽ ഏതാണ്? ദിസ് ഈസ് ദ സെക്കൻഡ് പാൽ. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് കൊടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഇളക്കി പറ്റിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഓക്കെ, രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്ക ചട്ടകം വേണം, ചട്ടകം. ഇതേ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കും തോറും നല്ല പാടത്തും തിളച്ച് വന്നാൽ മതി. പറ്റിക്കൊന്നും വേണ്ട കേട്ടോ. പറ്റിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര കട്ട് ചെയ്യും. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത്. അപ്പം നല്ല കുറുകിയ പാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാലം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ വെള്ളം പോലെ ആക്കി എടുക്കുമ്പോൾ പിന്നെ അത് നമ്മൾ ആദ്യത്തെ മൂന്നാം പാൽ ഒഴിച്ച് വേവിക്കണം. രണ്ടാം പാൽ വീണ്ടും ഒഴിച്ച് ഇളക്കി പറ്റിക്കണം. അങ്ങനത്തെ വേണം. നല്ല അത്യാവശ്യം കുറുക്കുള്ള പാൽ, ഒരുപാട് വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും പാൻ കുറുക്കല്ലേ, ഒരു കട്ട പോലും ഇല്ല. അതായത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരിച്ചു വെച്ചു. അര കിലോത്തിന് 1 കിലോ ശർക്കരയാണ് കണക്ക്. അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നും. പിന്നെ കളറ് വരണം. നമ്മൾ പാലൊഴിക്കുമ്പോൾ കളറ് വരും. നോക്കാം, ഇത് മതിയാവോ നോക്കാം. കുറച്ചുകൂടെ ഉള്ളൂ. വേണമെങ്കിൽ അതുകൂടെ ഒഴിച്ചു. കുറച്ചുകൂടെ വേണം, അതുകൂടെ ഒഴിക്കാം. ഇത് കുക്കറിന്ന് അറിഞ്ഞു കേട്ടോ. ശർക്കര പാനി കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പം ഇനിയിപ്പം ഒന്നാം പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കുറുകി വറ്റണം. എന്നാലേ ഒന്നാം പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം 5 ലിറ്റർ ഉണ്ട്. അപ്പം 5 ലിറ്റർ അര കിലോയ്ക്ക് നമുക്ക് 5 ലിറ്റർ പായസം ഉണ്ട്. ഇത് കട്ടിയായി ഇത് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. കട്ടിയാവുമ്പോൾ 5-ലും കുറവായി. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളക്കുന്ന കാണത്തില്ലേ? എന്താ പരിപ്പ് പായസം അങ്ങനെ ഓണത്തിൻ്റെ റെഡിയായി. ഞാനിത് ഫ്രിഡ്ജിൽ കയറ്റി എയർടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഓണത്തിന് അടിപൊളി സദ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ. തീ നിർത്തിയിട്ടില്ല. ഞാനിത് വെച്ചേക്കാനുള്ളതുകൊണ്ട് തീ നിർത്തത്തില്ല. പതിയെ ഒന്ന് തിള വന്നു കഴിയുമ്പോഴേ ഞാനിത് നിർത്തത്തുള്ളൂ കേട്ടോ. ഇത് ഒഴിച്ചിട്ട് ഇനി ഒരു ചെറിയ തിളം കൂടെ വേണം. ഒരു തിള വന്നില്ല ഇതുവരെ. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. എൻ്റെ പണിയെല്ലാം തീർന്നു. ഇനി ഇതാ ഈ കുക്കറിൻ്റെ ഇതും കൂടെ കഴുകിയ പായസം വെച്ച പാത്രവും കഴുകി വെച്ചു, പായസവും വെച്ചു. ഇനി വറുത്തിടണല്ലേ, മറന്നുപോയി. എൻ്റെ തിള വന്നില്ല. അപ്പോൾ വറക്കാൻ എടുക്കാം അല്ലേ? അപ്പോൾ തിള വരുമ്പോഴത്തേക്കും നിർത്തുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാം. ഇത് സൈഡിൽ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നിർത്താം. തീ നിർത്താം. ചൂടാറിയാൽ ഉടനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണം. അല്ലാതെ കാറ്റൊന്നും കയറുന്ന കണ്ടെയ്നറിൽ വെക്കരുത്, ചീത്തയായി പോകും. കൊടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്തിടാം. ഇപ്പം മൊത്തം കത്തിപ്പോയേനെ. ഫ്രിഡ്ജിൽ വെച്ചേക്കണേ. നെയ് അതിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കുവാണേ. അത് മാറിയിരിക്കേ, എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഏലക്കയും ചുക്കൊക്കെ ഇടാൻ മറന്നുപോയില്ലേ? നീ എന്ത് ചെയ്യും? ഒന്നുകൂടെ തിളപ്പിക്കണം. ഏലക്ക ഞാൻ ഇടുക കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പം ഇത് കരിഞ്ഞു.
കരിയുന്നതിന് മുമ്പേ ഇട്ടെ ഇതേ അടുത്തത് ഇട്ട് കൊടുക്കുവാണേ. കാഷ്യൂനട്ട് നേരം വേണ്ട. കിസ്മിസ് ഇങ്ങനെ ഉരുണ്ട് വരുമ്പോഴത്തേക്കും കാഷ്യൂനട്ടാണ്. നല്ല തീയല്ലേ, നല്ല ചൂടാണ് പാത്രത്തിന്. അല്ലെങ്കിൽ നമ്മളെ മറ്റേ തേങ്ങാ കൊത്ത് കരിഞ്ഞു. ഓക്കെ, അപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഉരുണ്ടല്ല, കാഷ്യൂനട്ടല്ല കിസ്മിസൊക്കെ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഏലക്കായ ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ചുക്കിട്ടാ ഒരു എരിച്ചില്ല, ഇവിടെ ഇങ്ങനെ കത്തും. തിളപ്പിക്കുന്നില്ല, കൂടെ ആ ചൂടൊന്നാവട്ടെ, അല്ലെങ്കിൽ ഈ ഏലക്ക അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലോ. കാഷ്യൂനട്ട് റെഡി. ഇതിലോട്ടിടാൻ പോവാണേ. അതും ഇട്ടു ഇതും ഇട്ടു എല്ലാം ഇട്ടു ഒരുമിച്ചിട്ടു. അപ്പം നമ്മുടെ നെയ്പായസം, പരിപ്പ് പായസം റെഡി. ഞാൻ ജീരകം ചതച്ച് ഏലക്കായും ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പായസം കുറച്ചെടുത്ത് മാറ്റി കേട്ടോ, അല്ലെങ്കിൽ ഇളക്കാൻ പാടല്ലേ. അതെ നമ്മുടെ പായസം റെഡിയായി, പരിപ്പ് പായസം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ചൂടൊക്കെ ആറി കഴിയുമ്പോൾ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിലും കുറുകും, അങ്ങോട്ട് കുറച്ചുകൂടെ കട്ടിയാവും.